ചെയ്തു. എന്റെ ആത്മാവും നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്ത് കൈയിനെ താങ്ങുകയും ചെയ്തു. അവർ വാഴ്വേൽപ്പിക്കപ്പെടുകയും കുറുനരകൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. Gloria
ഞങ്ങളെ സഹായിക്കണമേ. നിത്യവും ഇടപെടാതെ കടക്കാരോട് ക്ഷമിക്കുന്നവനും തകർന്ന ഹൃദയത്തോടെ തിരിച്ചു വരുന്നവരെ ഹൃദയപൂർവ്വം കൈക്കൊള്ളുന്നവനും ആകുന്നുവല്ലോ. നിന്റെ കൃപാന്തരം ഇമ്പകരമായ നിന്റെ മുഖം വഹിക്കുന്നതിന് അടുത്ത് വന്നിരിക്കുന്ന ഈ നിന്റെ ദാസനെ നീ സ്വീകരിക്കണമേ. വ്രതത്തോടെ ജീവിതം നയിക്കുവാനും പൂർണ്ണമായി നിന്നെ അനുകരിക്കുവാനും ഈ നിന്റെ ദാസൻ സ്വയം സമർപ്പിക്കുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. ദയവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, സകല മനുഷ്യന്റെയും നന്മ നീ കാക്ഷിക്കുന്നുവല്ലോ. നീ മനോഹരവാനും നിന്റെ കൃപ സകലത്തിലും വ്യാപരിക്കുന്നവരുമാകുന്നു. നിന്റെ കരുണ നീ സകലരുടെ മേലും ചൊരിയുന്നു. നീ അനുഗ്രഹീതനാകുന്നു. സകലരും നിനക്ക് വാഴ്വിൻ ഗീതങ്ങൾ പാടുന്നു. ഇമ്പകരമായിരിക്കുന്ന മുഖത്തെ സന്തോഷത്തോടെ നിന്റെ തോളിൽ വഹിച്ച് നിന്റെ ഭാഗ്യകരമായ ഭവനാവകാശത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ കാത്തു നിൽക്കുന്നു. നിനക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസനോട് കരുണ ചെയ്യണമേ. ഇവനെ നീ കാത്തുകൊള്ളുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നിന്നും വന്നിട്ടുള്ള സകല പ്രമാണ ലംഘനങ്ങളും നീ ദയവോടെ ക്ഷമിക്കണമേ. കറകൂടാതെ പിടിപ്പിലേക്കും കുറ്റമറ്റ നടപടികളിലേക്കും ഇവനെ നയിക്കണമേ. സത്യവിശ്വാസത്താൽ ഇവനെ അലങ്കരിക്കണമേ. കാപട്യരഹിതമായ സ്നേഹത്തിലും നിന്നുള്ള പ്രത്യാശികം ആശ്രയത്തിലും ഇവനെ നീ ദൃഢപ്പെടുത്തേണമേ. നിന്റെ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതായ പരിജ്ഞാനത്തിനും നിന്റെ ശിഷ്യന്മാരുടെ വിശുദ്ധിക്കും സഹദേവന്മാരുടെ ധൈര്യത്തിനും മൗദ്യാന്മാരുടെ ഭക്തിക്കും പരിശുദ്ധന്മാരുടെ പൂർണ്ണ നടപടിക്കും ഇവനെയും ശക്തനാക്കേണമേ. അതിനാൽ നിന്നിലുള്ള അറിവാകുന്ന ദിവ്യ പ്രകാശത്തിലേക്ക് ഇവൻ നയിക്കപ്പെടുമാറാകണമേ. പാപത്തിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും ഇവനെ സ്വാതന്ത്ര്യപ്പെടുത്തേണമേ. നാശകരമായ എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്നും ഇവന് വിമുക്തി നൽകണമേ. പിശാചിന്റെ സകല വചനങ്ങളിൽ നിന്നും ദുർവഹമായ പരീക്ഷകളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഇവനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. ബലമേറിയ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും വിജയിക്കുവാൻ ഇവനെ സഹായിക്കണമേ. സുഹൃത നടപടികൾ കൊണ്ടും മാതൃകായോഗ്യമായ ജീവിതം കൊണ്ടും ഉറക്കത്തിലും ഉണർവിലും നിനക്ക് പ്രസാദകരമായി ജീവിക്കുവാൻ ഇവന് കൃപ നൽകണമേ. ഇവൻ നിന്റെ മഹത്വത്തിന് കാരണമായി തീരണമേ. സൂക്ഷ്മതയോടുകൂടി നിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുവാനും നിന്റെ നഗരത്തിന്റെ ശക്തി പ്രാപിക്കുവാനും ഈ സൗകര്യത്തിൽ മൂലം ഇവനെ യോഗ്യനാക്കണമേ. നിന്റെ ദൗത്യത്തിലെ കടിഞ്ഞൂലുകളുടെ കൂട്ടത്തിൽ ഇവനെയും എണ്ണണമേ. നൈർമല്യത്തിലും വിശുദ്ധിയിലും പദ്ധതിയിലും നിന്റെ ഇഷ്ടത്തിനകത്ത് എല്ലാത്തിലും ഇവനെ പരിപാലിക്കണമേ. തനിക്കും മറ്റുള്ളവർക്കും ഇടർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകാതെ ഇവനെ കാത്തുകൊള്ളണമേ. മനുഷ്യ ജീവിതത്തിൽ താല്പര്യമുള്ളവനായ കർത്താവേ, തിരുനാമമഹത്വത്തിന് ഇവൻ കാരണമായി തീരുവാൻ തക്കവണ്ണം അവർണ്ണനീയമായ നിന്റെ കൃപയാൽ ഇവനെ പുണ്യപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധനാമത്താൽ രക്ഷിതരായ ഞങ്ങൾ ഈ രക്ഷയ്ക്ക് അർഹരായി തീർന്നുകൊണ്ട് മഹാകാരുണ്യവാനായ നിനക്കും ഞങ്ങളെ രക്ഷയ്ക്കായി നിന്നെ അയച്ച വാഴ്ത്തപ്പെട്ട കർത്താവിനും അതിവിശുദ്ധനും ഉത്തമനും അതിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുവാൻ എന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഉയരത്തിൽ സ്തുതി സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. പോലെ
ഭാരവും ലഘുഭാരവും ചേർന്നീടാനും മതിമതികൾ കൂടെ മോക്ഷം ചേരാനും നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാർക്കുമോർ. നിജരക്തത്താൽ മണവാളൻ രക്ഷിച്ചെന്നെ, സത്യം സ്നേഹിച്ചോനാമൻ സങ്കേതം താനാം. വിധികൾ കാപ്പാൻ നൽകണമേ ശക്തി, തിരുഹിതമതുപോ ആവേശം ചെയ്യുക. നിൻകൽപ്പനകൾ സർവേശ എന്നാലും ജീവൻ നിന്നജമാകാൻ ഞാനതിനെ കാത്തിടുമാറാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെൻമോലം വാദമുൽ കോലം മുൽമീനാമിക ഹല്ലേലൂയ. മുട്ടുന്നോർക്കായി കവറുറങ്ങിടും സർവേശ, കതവു തുറക്കുക വന്നിക്കും നീ ദാസൻ മുമ്പിൽ. മിന്നി പോലിവനെ സൂക്ഷിച്ചിടേണം. കാക്കുക ദുഷ്ടൻ നാശം ചെയ്യാതെ. നിൻ കൃപ എന്നെ തേടി കത്തന്നീർത്തേക. നിന്നിഷ്ടക്കുള്ളവരും ഞാനും ചേരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചേർക്കുന്നവരിൽ ആക്കിങ്കണമേ. നിങ്ങളുടെ സഖ്യം വാഞ്ചിപ്പോരെന്നെ കാത്തിരിപ്പിൻ. എന്നോടെ കോട്ട കർത്താവാകേണമേ. വൈഷമ്യവും പാടെ പോകേണമേ. ദൈവഹിതം ചെയ്യുവാൻ കൂടെ ചേർക്കണമേ. എന്നാൽ ഈശ്വരും അവനാൽ ഞാനും മോദിച്ചിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയവനെ നീതിയുടെ ആലയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നവൻ, തന്റെ ആട്ടിൻകൂട്ടത്തിൽ അവരെ പ്രശാന്തരായ കുഞ്ഞാടുകളാക്കി തീർക്കുന്നവനും, തന്റെ രക്തത്താൽ തന്റെ ആട്ടിൻകൂട്ടത്തെയും തന്റെ ഇടവകയെയും മുദ്രകുത്തുന്നവനും, തന്റെ ദിവ്യശരീരത്താൽ മരണമുള്ളവരെ വീണ്ടെടുക്കുന്നവനും, തന്റെ വെളിയാൽ പാപികളെ നീതീകരിക്കുന്നവനുമായുള്ളവേ നിനക്ക് സ്തുതി. ശ്രീഹന്മാർ നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സാക്ഷിക്കുന്നു. ചുങ്കക്കാരിൽ നിന്ന് മത്തായിയെയും പാപികളുടെ ഇടയിൽ നിന്ന് സഖായിയെയും നീ തിരഞ്ഞെടുത്തു. നിന്നെ ഏറ്റുപറഞ്ഞ കള്ളനെയും നിന്നിൽ വിശ്വസിച്ച പൗലോസിനെയും നീ നീതിമാന്മാരാക്കി. ഇപ്രകാരം ദൈവമായ കർത്താവേ, നിന്റെ ആട്ടിൻകണത്തിൽ കലർത്തപ്പെടുവാൻ ആഗ്രഹിക്കുകയും ഇമ്പകരമായി നിന്റെ മുഖത്തെ പ്രാപിക്കുവാൻ തന്റെ കഴുത്തിനെ കുനിക്കുകയും ചെയ്തിട്ടുള്ള
ഈ നിന്റെ ദാസനായ തയോയോ ഗീവർഗീസിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ സുഗന്ധാധൂപം നീ അംഗീകരിക്കണമേ. എല്ലാവിധ ആത്മീക വാഴ്വുകളാലും ഇവനെ നീ ആശീർവദിക്കണമേ. നിന്നെ കുറിച്ചുള്ള ഭയഭക്തി ഇവന്റെ ഹൃദയത്തിൽ നീ വസിപ്പിക്കണമേ. സത്യവാന്മാരും പൂർണ്ണരുമായ ശിഷ്യന്മാരോടൊത്ത് വസിച്ചുകൊണ്ട് നിന്റെ പരിപൂർണ ശിഷ്യനായി തീരുന്നതിന് ഇവന് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന തൃത്വത്തെ ഇവന്റെ ആയുഷ്കാലം മുഴുവനും ഇവൻ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുവാനിടയാകുകയും ചെയ്യണമേ. ഓശോ നീതിമാന്മാരുടെ കൂടാരത്തിലും മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശിമാനായ മോശയുടെ പുസ്തകത്തിൽ നിന്നും ബർഖുമാർ അബ്രാഹാമിനോട് അരുളിച്ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാമിന്റെ ഭാര്യയായ സാറയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട കനാൻ ദേശത്ത് എത്തി. അബ്രാം ശേഖേമിൽ എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്ത് കൂടി സഞ്ചരിച്ചു. അന്ന് കനാനിൽ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബഥേലിന്റെ കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദീർഘദർശിമാരായ മോശയുടെ 4-ാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ഉദ്ദേശിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും വരുത്. തന്റെ നാസീർ വ്രതകാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരകത്തി അവന്റെ തലയിൽ തുടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുമ്പോൾ തികയോളം